എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ നേരിട്ട് ഈ നാണംകെട്ട ദയനീയ പരാജയത്തിന് പിന്നാലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉടമ കാവ്യമാരന്റെ കോപം അതിരുകൾ ഭേദിച്ചിരിക്കുകയാണ്. മത്സരം അവസാനിച്ചയുടനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇരച്ചുകയറിയ കാവ്യ, ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് എന്നിവരെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞുമുറുക്കി. കളിക്കാരുടെ മോശം പ്രകടനത്തെക്കുറിച്ച് അവർ നടത്തിയ പ്രസ്താവന ഇന്ന് ക്രിക്കറ്റ് ലോകത്താകെ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്വന്തം സൂപ്പർ താരങ്ങളെ കാവ്യമാരൻ ഇത്രയധികം ശാസിക്കാൻ കാരണമെന്താണ്? വിരാട് കോഹ്ലിയുടെ മാസ്റ്റർ ക്ലാസ് ബാറ്റിംഗിനെക്കുറിച്ച് അവർ എന്താണ് പറഞ്ഞത്? ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ കാവ്യയുടെ ആ രോഷപ്രകടനത്തിന്റെയും അവരുടെ വാക്കുകളുടെയും ഓരോ ഇൻസൈഡ് സ്റ്റോറിയും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഹൈദരാബാദ് ക്യാമ്പിൽ ഇപ്പോൾ വലിയൊരു ആഭ്യന്തര കലാപത്തിന്റെ സൂചനകളാണ് തെളിയുന്നത്. ബാംഗ്ലൂരിലെ ചരിത്രപ്രസിദ്ധമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നിറങ്ങേറിയത് ഒരു കടുത്ത സൺറൈസേഴ്സ് ആരാധകൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നാടകീയ രംഗങ്ങളായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് സ്കോർ ബോർഡിൽ 202 റൺസ് എന്ന കൂറ്റനും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ലക്ഷ്യം പടുത്തുയർത്തിയപ്പോൾ RCB ബാറ്റർമാർ യാതൊരു ദയയുമില്ലാതെ നിർഭയമായി ആ കൂറ്റൻ ലക്ഷ്യത്തെ ഒരു കളിപ്പാട്ടം പോലെ തച്ചുടച്ചപ്പോൾ VIP സ്റ്റാൻഡിലിരുന്ന കാവ്യമാരന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നു. മത്സരത്തിലുടനീളം കാവ്യയുടെ മുഖത്ത് നിഴലിച്ച് കറുത്ത നിരാശയും അസ്വസ്ഥതയും വർദ്ധിച്ചുവരുന്ന ദേഷ്യവും ക്യാമറകളിൽ കൃത്യമായി പതിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കകം അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. അമ്പയർ മത്സരം അവസാനിച്ചതായി പ്രഖ്യാപിച്ചയുടനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കുതിച്ചു. അവിടെ അന്തരീക്ഷം അങ്ങേയറ്റം സംഘർഷഭരിതമായിരുന്നു. ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചയുടനെ കാവ്യ അവിടെയുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഇഷാൻ കിഷനെയും അഭിഷേക് ശർമ്മയെയും വെടിക്കെട്ട് വീരൻ ട്രാവിസ് ഹെഡിനെയും നിശിതമായി വിമർശിക്കാൻ തുടങ്ങി. കാവ്യയുടെ കോപം അവിടെയും ശമിച്ചില്ല. പകരം ടീമിനെ, ഈ മാച്ച് വിന്നർമാരെ അവരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അവർ പരസ്യമായി വിചാരണ ചെയ്തു. ഡ്രസ്സിംഗ് റൂമിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അവർ ഗർജിച്ചു. മൈതാനത്ത് നിന്ന് നിങ്ങൾ കാഴ്ചവെച്ച ഈ നാണംകെട്ട പ്രകടനം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അഭിമാനകരമായ ചരിത്രത്തിന് നേരെയുള്ള ഒരു കരിനിഴലാണ്. പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ഒരു തലത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, നിങ്ങളെയാണ് ഈ ടീമിന്റെ ഏറ്റവും ശക്തരും വിശ്വസ്തരുമായ ഓപ്പണിംഗ് നെടുന്തൂണുകളായി ഞങ്ങൾ കണക്കാക്കുന്നത്. ടീമിന്റെ മുഴുവൻ തന്ത്രങ്ങളും മെനയുന്നത് നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ചിന്നസ്വാമിയിലെ ഈ ചെറിയ ബൗണ്ടറികളിൽ നിങ്ങളുടെ സ്ഫോടനാത്മകമായ തുടക്കം കൊണ്ട് RCB ബൗളർമാരെ നിങ്ങൾ ചിന്ന ഭിന്നമാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. മാനേജ്മെന്റിന്റെയും കോച്ചിന്റെയും ലക്ഷക്കണക്കിന് ആരാധകരുടെയും പ്രതീക്ഷകളെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചവിട്ടിയരച്ചു. അവരുടെ ബാറ്റിംഗിലെ പാളിച്ചകൾ തുറന്നു കാണിച്ചുകൊണ്ട് കാവ്യ തുടർന്നു. IPL പോലെ കോടിക്കണക്കിന് ആളുകൾ ഉറ്റുനോക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മത്സരവേദിയിൽ വെറും 11-7 റൺസ് എടുത്ത് വിക്കറ്റ് വലിച്ചെറിഞ്ഞ് പവലിയനിലേക്ക് മടങ്ങുന്നത് ഒരു ആത്മഹത്യ മിഷനിൽ കുറഞ്ഞതല്ല. T20 ക്രിക്കറ്റിൽ ഓപ്പണർമാരുടെ ജോലി വെറുതെ ബാറ്റ് വീശുക മാത്രമല്ല, ടീമിന് ശക്തമായ അടിത്തറ പാകുക കൂടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ മധ്യനിരയിൽ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ ഒറ്റയ്ക്ക് പൊരുതി നേടിയ ആ മാന്ത്രികമായ 80 റൺസ് ഇല്ലായിരുന്നുവെങ്കിൽ 150 എന്ന മാന്യമായ സ്കോറിൽ എത്താൻ പോലും നാം വിയർത്തിരേനെ. നിങ്ങളുടെ ഈ അശ്രദ്ധ മറ്റു ബാറ്റർമാരുടെ മേൽ എത്രമാത്രം അനാവശ്യ സമ്മർദ്ദമാണ് അടിച്ചേൽപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് വല്ല ഊഹവുമുണ്ടോ? രോഷമടക്കാനാവാതെ അവർ വീണ്ടും തുറന്നടിച്ചു. പവർ പ്ലേയുടെ ആനുകൂല്യം മുതലെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ വലിയ പേരുകൾ കൊണ്ട് എന്തു പ്രയോജനം? അടുത്ത മത്സരത്തിൽ ഇത്തരമൊരു മോശം പ്രകടനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുറത്ത് ബെഞ്ചിലിരിക്കുന്ന കളിക്കാർ നിങ്ങളെക്കാൾ എത്രയോ മടങ്ങ് റൺസിനായി ദാഹിക്കുന്നവരാണെന്ന കാര്യം മറന്നുപോകരുത്. പവർ പ്ലേയിലെ നിർണായക ഓവറുകളിൽ RCB ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കുന്നതിന് പകരം തികച്ചും നിരുത്തരവാദിത്വമായി വിക്കറ്റുകൾ സമ്മാനിച്ച് ടീമിന്റെ താളം തെറ്റിച്ചതിന് ഇരുവരുടെയും സാങ്കേതിക തികവിനെയും അവർ ചോദ്യം ചെയ്തു. ഈ രോഷാഗ്നി അവിടെയൊന്നും അവസാനിച്ചില്ല. പുതുതായി നിയമിക്കപ്പെട്ട ക്യാപ്റ്റൻ ഇഷാൻ കിഷനെയും അവർ വെറുതെ വിട്ടില്ല. ഇഷാനിന്റെ ക്യാപ്റ്റൻസിയിലെ പാളിച്ചകളെയും ദിശാബോധമില്ലാത്ത ബൌളിംഗ് തന്ത്രങ്ങളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അവർ കർശന സ്വരത്തിൽ പറഞ്ഞു, ഇഷാൻ, നിങ്ങൾ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും ടീമിനെ കരകയറ്റുകയും ചെയ്തു എന്നതിൽ സംശയമില്ല. എന്നാൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങളുടെ ഫീൽഡിംഗ് ക്രമീകരണവും ബൌളിംഗ് റൊട്ടേഷനും ഇന്ന് തികഞ്ഞ പരാജയമായിരുന്നു. വിരാട് കോഹ്ലിയും ദേവ്ദത്ത് പടിക്കലും മൈതാനത്ത് ബൗണ്ടറികളുടെ മഴ തീർക്കുമ്പോൾ അവരെ തടയാൻ നിങ്ങളുടെ പക്കൽ എന്ത് പ്ലാനാണ് ഉണ്ടായിരുന്നത്? നമ്മുടെ മുഖ്യ ബൗളർമാർ 12-17 എക്കോണമി റേറ്റിൽ റൺസ് വാരിക്കോരി നൽകിയപ്പോൾ പ്രതിരോധിക്കാനോ ആക്രമിക്കാനോ ഒരു തന്ത്രവും നിങ്ങൾ മെനഞ്ഞില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയ ആ പഴയ പോരാട്ട വീര്യം ഇന്നെവിടെയും കണ്ടില്ല. ഡ്രസ്സിംഗ് റൂമിലെ ഈ കൊടുങ്കാറ്റിനിടയിലാണ് കാവ്യമാരന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് ആഴത്തിലുള്ള ബഹുമാനവും ആത്മപരിശോധനയുടെ സ്വരവും കലർന്നത്. RCBയുടെ ഇതിഹാസ താരം കിങ് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിനെക്കുറിച്ച് അവർ പരാമർശിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ഓരോ കളിക്കാരുടെയും കോച്ചിംഗ് സ്റ്റാഫിന്റെയും ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു. ഒരു വിമർശികയെ പോലെയല്ല, മറിച്ച് സ്വന്തം കളിക്കാർക്ക് മുന്നിൽ ഒരു വലിയ കണ്ണാടി പിടിക്കുന്ന ഉടമയെ പോലെയാണ് അവർ കോഹ്ലിയെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. അല്പം ഭാരമേറിയ മനസ്സോടെ അവർ പറഞ്ഞു, വലിയ മത്സരങ്ങളിലും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും എങ്ങനെയാണ് ഒരു ലോകോത്തര ഇന്നിംഗ്സ് പടുത്തുയർത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇന്ന് വിരാട് കോഹ്ലിയുടെ ആ മാസ്റ്റർ ക്ലാസ് ബാറ്റിംഗിൽ നിന്ന് നിങ്ങൾ കണ്ടുപഠിക്കണം.
വിരാട് പാജി ഇന്ന് സാഹചര്യങ്ങളെ മനസ്സിലാക്കിയ രീതിയും 181 എന്ന സ്ഫോടനാത്മക സ്ട്രൈക്ക് റേറ്റിൽ പുറത്താകാതെ നേടിയ ആ 68 റൺസും യഥാർത്ഥ അനുഭവവും ക്ലാസും എന്താണെന്ന് തെളിയിച്ചു. പന്തെറിയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബൌളർമാരുടെ ആത്മവിശ്വാസം അദ്ദേഹം ഒറ്റയ്ക്ക് തകർത്തുകളഞ്ഞു. ചിന്നസ്വാമിയിൽ കോഹ്ലി ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിലെ ഓരോ കോണും ഓരോ കാണിയും, എന്നാൽ അവിടുത്തെ കാറ്റുപോലും അദ്ദേഹത്തിന് അനുകൂലമായിരിക്കുമെന്ന സത്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ. അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ പരാജയപ്പെടുത്താൻ 100% പരിശ്രമം പോരാ, നിങ്ങളുടെ കഴിവിനപ്പുറം 200% ജീവൻ നൽകി പോരാടണം. അതിന് നമ്മുടെ ടീമിൽ എവിടെയും കണ്ടില്ല. ടീമിന്റെ ദിശാബോധമില്ലാത്ത ബൌളിംഗ് ആയിരുന്നു കാവ്യയുടെ കടുത്ത നിരാശ. പ്രത്യേകിച്ചും ജയദേവ് ഉനദ്ഘട്ടും ഡേവിഡ് പെയിനും നടത്തിയ പ്രകടനത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, പവർ പ്ലേയിൽ തന്നെ RCB 76 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ തന്നെ ഈ മത്സരം നമ്മുടെ കൈകളിൽ നിന്ന് മണൽത്തരി പോലെ ചോർന്നുപോയിരുന്നു. കൃത്യമായ യോർക്കറുകളോ വൈവിധ്യങ്ങളോ നമ്മുടെ ബൌളർമാർക്കുണ്ടായിരുന്നില്ല. ദേവ്ദത്ത് പടിക്കൽ വെറും 21 പന്തിൽ 51 റൺസ് അടിച്ചുകൂട്ടിയതും ക്യാപ്റ്റൻ രജത് പാടിദാർ 12 പന്തിൽ 21 റൺസിന്റെ കൊടുങ്കാട്ട് സൃഷ്ടിച്ചതും നമ്മുടെ തന്ത്രങ്ങളുടെ പൊള്ളത്തരം വെളിവാക്കി. 202 റൺസ് നേടിയിട്ടും ബൌളർമാർ ഇത്രയും അച്ചടക്കമില്ലാതെ പന്തെറിഞ്ഞാൽ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. അവസാനമായി ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം കൂടുതൽ ഗൗരവഭരിതമാക്കുന്നതിൽ കാവ്യമാരൻ ഒരു അന്തിമ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അടുത്ത മത്സരത്തിൽ ടീമിന്റെ പ്രകടനത്തിലും മനോഭാവത്തിലും അക്ഷരാർത്ഥത്തിൽ വലിയുള്ള മാറ്റം കണ്ടില്ലെങ്കിൽ കളിക്കാരൻ എത്ര വലിയ താരമായാലും ടീം ഘടനയിലും പ്ലേയിങ് 11ലും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്താൻ താൻ മടിക്കില്ലെന്ന് അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കി. എന്തായാലും കാവ്യമാരന്റെ ഈ രോഷപ്രകടനത്തെയും അവരുടെ തുറന്ന വാക്കുകളെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പരാജയത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇഷാൻ കിഷൻ തന്റെ ക്യാപ്റ്റൻസി ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കാവ്യ ആംഗ്രി എന്നോ അല്ലെങ്കിൽ ഇഷാൻ സപ്പോർട്ട് എന്നോ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ വിരാട് കോഹ്ലിയുടെ RCB ഇത്തവണ യഥാർത്ഥത്തിൽ ചാമ്പ്യൻസ് ആകാൻ പോകുകയാണോ? നിങ്ങളുടെ വിലയിരുത്തലുകൾ തീർച്ചയായും പങ്കുവയ്ക്കുക. 2026-ലെ IPL-ന്റെ ഓരോ ഇൻസൈഡ് വാർത്തകൾക്കും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.